ലോകത്തിൻ്റെ കണ്ണും കാതും കവർന്ന ഒളിമ്പിക്സിലെ 100 മീറ്റർ ഫൈനൽ പുരുഷ വിഭാഗം സമാപിച്ചിരിക്കുന്നു. ലൈൽസ് തന്നെ, അതായത് ലോക 1-ാം നമ്പർ റാങ്കുകാരനാണ്. അദ്ദേഹം തന്നെയാണ് 1-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഘോഷം ജമൈക്കയുടെ തോംസനെ പിറകിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം 1-ാമത് വന്നിരിക്കുന്നത്. ആ കാഴ്ചകളാണ് ഈ സ്റ്റഡേ ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒളിമ്പിക്സിൻ്റെ താരം അമേരിക്കക്കാരൻ തന്നെ. ഉസൈൻ ബോൾട്ട് എന്ന ജമൈക്കക്കാരൻ ദീർഘകാലം കഴിഞ്ഞ ടോക്കിയോയിൽ ഇറ്റലിയിൽ നിന്ന് ജോൺസൺ, അതിനുശേഷം വീണ്ടും അമേരിക്ക തന്നെ ലോകത്തിൻ്റെ അതിവേഗത തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഇനമാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. പുതിയ ലോക ചാമ്പ്യൻ സംശയമില്ലാതെ പറയാം ലൈസ് തന്നെയാണ്. അമേരിക്കയുടെ ലൈസ് ആണ്. 9.79 അദ്ദേഹം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 9.79 പേഴ്സണൽ ബെസ്റ്റാണ്. ജമൈക്കയുടെ തോംസൺ 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അമേരിക്കയുടെ തന്നെ ഫ്രെഡ് കെർലിൻ 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. സ്റ്റഡേ ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ നിന്നും കമാൽ വരദു.